എല്ലാവർക്കും റിലേറ്റബിൾ ആകുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും ഇത്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. സോ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വാർഡ്രോബ്. നമ്മുടെ മെസ്സി വാർഡ്രോബ് ആണ് ഇന്നത്തെ താരം. ക്ലീൻ ചെയ്തത് ലാസ്റ്റ് ഇയർ ആണ്. ലൈക്ക് ഐ തിങ്ക് ഡിസംബർ നവംബർ ആണ് ഇത് ക്ലീൻ ചെയ്തത്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയർ എങ്കിലും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മുടെ എഫേർട്ടൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തല്ലേ. പക്ഷേ എങ്ങനെ പോയാലും ഒരു 1 മന്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ബാക്ക് ടു ആ ഒരു മെസ്സി ഫേസിലേക്ക് വരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, മിക്ക പേർക്കും ഉള്ള പ്രശ്നമായിരിക്കും ഇത്. നമ്മൾ വീക്ക് വരെ നമ്മളിത് നല്ല രീതിയിൽ തന്നെ ലൈക്ക് നമ്മൾ ഇതിനകത്ത് ഡ്രസ്സ് ഇട്ട് അത് അലക്കി തിരിച്ച് മടക്കി അതിൻ്റെ ആ ഒരു സ്ഥലത്ത് വെക്കും. പക്ഷെ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടി വരും. ലൈക്ക് നമുക്ക് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു മടി വരില്ലേ, നമുക്ക് അലക്കിയ തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കാൻ. പിന്നെ അത് മടക്കി വെക്കണതിന് വരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചുരുട്ടി അകത്തേക്ക് വെക്കും. അങ്ങനെ ചുരുട്ടി അകത്ത് വെച്ചാണ് നമ്മുടെ ഇന്ന് ഈ കാണുന്ന ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ആ ഒരു പരിവായത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഞാനും നിങ്ങൾ തമ്മിലുള്ള ചലഞ്ച്. അപ്പോൾ ഈ ക്ലീൻ ചെയ്തിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് മൈ പ്രൂഫ്. ലൈക്ക് ഞാൻ ഇന്ന ഡേറ്റിലാണ് ക്ലീൻ ചെയ്തത് എന്നുള്ളൊരു പ്രൂഫ്. സോ അത് കഴിഞ്ഞിട്ട് അന്ന് ഇത് തൊട്ടിട്ട് ഒരു 3 മന്ത്സ് ആകുമ്പോഴത്തേക്കും അതിനൊരു അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ നമ്മൾ എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പുതിയ ആളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന് സൈഡിലുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഐ വിൽ ഷോ മൈ വാർഡ്രോബ്. ഇതുപോലൊരു മെസ്സി വാർഡ്രോബിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഐ ഹാവ് നോ ഐഡിയ ലൈക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾ കാണിച്ച് തന്നോന്ന് വരെ ഞാൻ ആയിപ്പോയി. കാരണം എനിക്കെന്നെ നോക്കിയിട്ട് എന്തുപോലെ തോന്നുന്നു എൻ്റെ വാർഡ്രോബ്. അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ കാണിച്ചു തരും. പക്ഷേ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ആവാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്കായിരിക്കും. കാരണം എപ്പോഴും എന്നെ ചീത്ത പറയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതിന്. അപ്പോൾ നമുക്ക് ആ ഒരു പരാതിയൊക്കെ ഒന്ന് തീർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കാണുമ്പോൾ അമ്മയെങ്കിലും ഹാപ്പി ആകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ലൈക്ക് ഞാനിത് തുറന്നിട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണോ വേണ്ടയോ എന്നായിപ്പോയി. ബട്ട് എനിവേ ഇതൊരു ചലഞ്ച് വീഡിയോ ആണ്. ഞാൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ലെറ്റ്സ് ക്ലീൻ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. ഫസ്റ്റ് നമുക്കിവിടെയുള്ള എല്ലാം എടുത്തിട്ട് കട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. എല്ലാ ഡ്രസ്സും ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ച് അലക്കി കൊണ്ടുവന്ന തുണികൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ഞാൻ പോയി എടുത്തിട്ട് വരാം. years later. ഒരു ബക്കറ്റ് തുണിയും കൂടെ ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് ആവശ്യമാണ്.
അപ്പോൾ ഫസ്റ്റ് ഞാനിതെല്ലാം സോർട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കാം. അപ്പോൾ ബനിയനുള്ള ഒരു സെക്ഷൻ, അപ്പോൾ ഇതൊക്കെ പുറത്ത് പോകുമ്പോഴുന്ന നമ്മുടെ കാഷ്വൽ വെയർസ് ഒരു സെക്ഷൻ, പിന്നെ ബേസിക് വെയർസ് ഉണ്ടല്ലോ വീട്ടിലെപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അതൊരു സെക്ഷൻ, പിന്നെ പാൻസ് വേറെ സെക്ഷൻ, ജീൻസ് വേറെ സെക്ഷൻ, അങ്ങനെ നമുക്കുള്ള സെക്ഷൻ വൈസ് എല്ലാം ആക്കിയതിന് ശേഷം മടക്കുക. അതായത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം നമ്മുടെ പാൻസ് ജീൻസ് അങ്ങനെ നമുക്കെല്ലാം സോർട്ട് ചെയ്യാം. 1 hour later. 1 eternity later. Much later. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സോർട്ട് ചെയ്തു. ലൈക്ക് നിങ്ങൾക്കിത് കണ്ട ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഷർട്ടിനെ ഒരു സെക്ഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബനിയനെ 2 സെക്ഷനാക്കിയിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക നോർമലും ക്രോപ്ഡ് ആയിട്ടുള്ള ബനിയനാണ്, പിന്നെ ടീഷർട്ട്, പിന്നെ നമ്മുടെ ഓവർ സൈസ് ആയിട്ടുള്ള ടീഷർട്ട്സ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോക്ക്, അയ്യോ ഈ 2 ഫ്രോക്ക് വെക്കുമ്പോൾ തന്നെ എൻ്റെ അലമാര ഫുള്ളാകും. അപ്പോൾ ഫ്രോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പാവാട, അങ്ങനെ കുറച്ച് സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട് ചെയ്യാനായിട്ട്. സോ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ബോട്ടം വെയർസ് എല്ലാം ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ബോട്ടം വെയർസ് മടക്കി വെക്കാം. സോ ക്ലീനിങ്ങിൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗം നമ്മൾ അലമാരിയിൽ നിന്ന് എല്ലായിടത്തും ഇങ്ങോട്ട് ഇടില്ല. പക്ഷെ മടക്കൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ജോലിയൊന്നുമില്ല. കഴിഞ്ഞിട്ടില്ല ഗായ്സ്, ഇനിയുണ്ട് നമുക്ക് ഇത്രയും സെക്ഷൻ. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇവിടെ പാവാട, ഫ്രോക്ക്, ഷർട്ട്, അങ്ങനെ നമ്മൾ കുറച്ച് സെക്ഷൻസ് ചെയ്തു. ഇനി നമുക്ക് എൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് കിടപ്പുണ്ട് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ടും കുറച്ചുണ്ട് ചെയ്യാൻ. അതുപോലെ നമ്മുടെ ആ ഒരു ബക്കറ്റിലുണ്ട് കുറച്ച് ചെയ്യാൻ. ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ പോയിട്ട് അതിങ്ങ് പറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിന്ന് ബാക്കിയും കൂടെ ചെയ്യാം. ടോപ്പ് സെക്ഷൻസൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുടുംബമായി. ആക്ച്വലി ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇന്ന് എനിക്ക് ക്ലീൻ ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഐ വാണ്ട് മ്യൂസിക് ടു ക്ലീൻ, കാരണം ഐ ആം ഓൾറെഡി ടോക്കിംഗ് ടു യു ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇതുപോലെ വ്ലോഗ് എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പണി പെട്ടെന്ന് തീരുന്നുണ്ട്. നേരത്തെ മറ്റേത് ഞാൻ മ്യൂസിക് കേട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വ്ലോഗ് ഓണാക്കി വെച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് എൻ്റെ വർക്ക് പെട്ടെന്ന് തീരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മോട്ടിവേഷൻസ് ഒക്കെ തീർന്നു. ലൈക്ക്
എനിക്ക് എന്തിനാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നതായിരിക്കും. പക്ഷെ ഇത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ക്ലീൻ ചെയ്ത അലമാര ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു സന്തോഷം കാണുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഹാർഡ് വർക്കൊക്കെ വെറുതെ അല്ലല്ലോ എന്നൊരു തോന്നൽ വരും. സോ ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ പാട്, കാരണം ഡ്രസ്സൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ഡ്രസ്സൊന്നും എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. എല്ലാം അതിൻ്റെ ഇടയിലായിപ്പോൾ. ഇപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എന്തൊക്കെ സാധനം കിട്ടിയെന്ന് ഞാൻ കാണിച്ചിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ നിന്ന് പൈസ കിട്ടി എനിക്ക്, പിന്നെ കുറേ മിസ്സിങ് ആയ കുറേ സാധനമൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി. ഒരു ബെൽറ്റ് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് ആ ബെൽറ്റ് കിട്ടി. ഈ ബെൽറ്റ് മിസ്സിങ് ആയിരുന്നു, അപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് എൻ്റെ ഇടയിൽ. അതുപോലെ എനിക്ക് കുറേ സാധനം കിട്ടിയിട്ടാണ് ക്ലീൻ ചെയ്തപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം മടക്കി കഴിഞ്ഞ് ഇനി നമുക്ക് മടക്കാനുള്ളത് നമ്മുടെ വീട്ടിലിടുന്ന റെഗുലർ വെയർസാണ് നമുക്ക് മടക്കാനുള്ളത്. പിന്നെ ആ ബക്കറ്റ് ഞാൻ നോക്കിയിട്ടില്ല, ബക്കറ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടെ നോക്കിയാലേ നമുക്കിത് അലമാരിക്കകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. തുണികൾ മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി അതിനകത്ത് മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, ചപ്പ് ചവറായ എല്ലാ സാധനവും ഉണ്ട്. അതൊക്കെ എടുത്ത് പുറത്തിട്ട് ഒന്ന് തൂത്ത് തുടച്ചതിന് ശേഷം നമുക്ക് സെറ്റാക്കിയിട്ട് വേണം അത് വയ്ക്കാൻ. ആക്ച്വലി ഇത് ഒരു ഗ്ലൗസാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞത് കൊറോണ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോയിട്ടുണ്ടായി. അപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സിന് പോകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ പല ആൾക്കാരും വരുമല്ലോ അവിടെ പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഗ്ലൗസ് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച ഗ്ലൗസാണ്. ഗ്ലൗസ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച ഗ്ലൗസാണ്. മറ്റേ സർജിക്കൽ ഗ്ലൗസ് ആകുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്യണമല്ലോ. സർജിക്കൽ ഗ്ലൗസ് ആകുമ്പോഴത്തേക്കും നമുക്കത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് വാങ്ങിച്ചു തരാം, നമുക്ക് വാഷബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഗ്ലൗസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല, പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് വിരിക്കും. ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വാർഡ്രോബ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Ta-da! So this is our wardrobe. ജാക്കറ്റ്, ഹുഡീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് എൻ്റെ ഫേവറേറ്റ് ഗ്ലാസസ്, പിന്നെ എൻ്റെ കുറച്ച് കീ ചെയിൻ, ബാഗ്, പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ, ജീൻസും നമ്മുടെ റെഗുലറായിട്ട് വെയർ ചെയ്യുന്ന കുറച്ച് ഓവർ സൈസ് ഡ്രസ്സും ടീഷർട്ടും ടോപ്പും ഷർട്ട്സൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചത്. പിന്നെ നമ്മൾ കാഷ്വലായിട്ട് വെയർ ചെയ്യുന്ന കുറച്ച് ഡ്രസ്സ് ഇവിടെ വെച്ചു. പിന്നെ നമ്മൾ അധികം വെയർ ചെയ്യാത്തതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ജിമിൻ്റൻ ഡ്രസ്സ് വെച്ചപ്പോൾ തന്നെ എൻ്റെ സ്പേസ് ഏകദേശം എൻ്റെ തീർന്നു. ഇതിനി അപ്പുറത്തെ അലമാരിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ കാഷ്വലായിട്ട് വെയർ ചെയ്യുന്ന റെഗുലർ വെയർസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച്, പിന്നെ താഴെയാണെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള റിംഗ് ലൈറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എൻ്റെ ക്ലിപ്പൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വാച്ചിൻ്റെ ചാർജർ അവിടെ മാഗ്നറ്റ് ആയതുകൊണ്ട് അവിടെ വാച്ചിൻ്റെ ചാർജർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. പിന്നെ അത് എൻ്റെ ലിപ്സ്റ്റിക്ക്, ക്രീം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കാണ് ക്ലീൻ ചെയ്യുന്നത്, ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ ഒരു 6:30 ഒക്കെ ആയി ഇവിടെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇത്രയും നല്ല ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ഈ സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇവിടെയും എനിക്ക് ഞാൻ ഇവിടെ വരെ കാണിച്ചുള്ളത് ഞാൻ പെട്ടെന്ന് വേഗം ക്ലീൻ ചെയ്താൽ എനിക്ക് ടൈം പോകണതുകൊണ്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ വാർഡ്രോബ് ക്ലീനിങ് വീഡിയോ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് മീൻസ് എന്തെങ്കിലും വീഡിയോ കണ്ടൻസ് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.